നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ബേബി നമ്മൾ എവിടെ പോവാ? ദിസ് ഈസ് ദുബായ്സ് ബിഗ്ഗസ്റ്റ് വിന്റർ അട്രാക്ഷൻ ഗ്ലോബൽ വില്ലേജ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഫ്രം റാഷിദിയ മെട്രോ സ്റ്റേഷൻ 102 102 നമ്പർ ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോബൽ വില്ലേജിലെത്താം. ഫ്രം റാഷിദിയ ബസ് സ്റ്റേഷൻ അടിക്കടി ബസ്സുണ്ട്. ഗ്ലോബൽ വില്ലേജിലേക്കുള്ള എൻട്രി പാസ് വീക്ക് ഡേയ്സിൽ 25 വീക്കെൻഡിൽ 30 ഇവിടെ നമ്മൾ എത്തിപ്പെടുമ്പോൾ ഇതുപോലെ നല്ല ക്രൗഡുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഒരു പാസ്പോർട്ട് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റും. 10 ദിർഹംസ് ഉള്ളി പാസ്പോർട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും നമുക്ക് പഞ്ച് ചെയ്യും. ജസ്റ്റ് ഒരു ബുക്കാണ്, എല്ലാ പവലിയനിലും പഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫസ്റ്റ് സ്റ്റോൾ തുർക്കിയുടെ ഐസ്ക്രീം എക്സ്പീരിയൻസ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഒരു ഗെയിമും അതോടുകൂടി അവരുടെ ഐസ്ക്രീം ഡെലിവറിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മളൊക്കെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. തുർക്കിയിലെ സെയിം തുർക്കി, കാരണം ഇവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ തുർക്കിഷ് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ നമുക്ക് ഇത് തുർക്കിയിൽ നിന്ന് മേടിക്കാൻ പറ്റി. പിന്നെ തുർക്കിയുടെ ഒരു അട്രാക്ഷനാണ് കോസ്മെറ്റിക്സ്, മെഹന്തി, സ്പൈസസ് ആൻഡ് എവറിത്തിങ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം തുർക്കി. സോ നമ്മളങ്ങനെ തുർക്കിയുടെ സ്റ്റാളിൽ ചെന്ന് അവരുടെ ഐസ്ക്രീം സെല്ല് ചെയ്യുന്നവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ വെരി ഡിഫറെൻ്റ് ആണ്. പിന്നെ പാകിസ്ഥാൻ, ഇവിടെ കുറച്ച് ഷോള് കാര്യങ്ങൾ ക്ലോത്തിങ്സ് ഒക്കെയാണ് ഇവർക്ക്. അതൊന്നും അല്ലാതെ മറ്റേ ബിസിനസ്സൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ UAEയുടെ സ്റ്റാളിലേക്ക് വന്നപ്പോഴത്തേക്ക് തനതായ UAEയുടെ പൈതൃകം വിളിച്ചു പോകുന്ന കുറച്ച് കലകൾ, പാട്ടും ഡാൻസും അങ്ങനത്തെ കുറച്ച് എമിറാത്തികളുടെ അതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. അതിനുശേഷം ശ്രീലങ്ക നമ്മുടെ ഒരു നിയറസ്റ്റ് കൺട്രിയാണ്. അവിടെയും കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ കാണാനൊക്കെ ഉണ്ടായി. എന്നാലും ഓടി ഞങ്ങൾ കണ്ടു. പക്ഷെ നമ്മൾ നല്ല ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പം ഈ വലിയൊരു ഇതിൽ ഇങ്ങനെ ഇത് കാണാം കേട്ടോ, നമ്മുടെ ഒരു ജ്യൂസ്. പിന്നെ ഒരു കുറേ ദാനശീലരാണ്, നട്ട്സും ഒക്കെ നമുക്ക് തരും. ബേബിയെ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ തരും. അത് ബേബിയുടെ പേരൻസിനും ഭയങ്കര അഡ്വാൻറ്റേജാണ്. പിന്നെ ഒലീവിൻ്റെ ഡിഫറെൻറ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ നട്ട്സ് എന്ന് വേണ്ട റൊമാൻ, ഇതൊക്കെ നമുക്കിങ്ങനെ കിട്ടും. ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അവരിങ്ങനെ തരും. അത് ഓരോരുത്തരെ നോക്കിയിട്ടൊക്കെയാണ് അവർ തരാറുള്ളത്. കുഞ്ഞിന് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ നമുക്ക് കിട്ടും. ഓരോരോ ഔട്ട്ലെറ്റിലും അല്ലെങ്കിൽ ഓരോരോ സ്റ്റാളിൽ ചെല്ലുമ്പോഴും നമുക്കിങ്ങനെ ഒരു തന്നുകൊണ്ടിരിക്കും. അതാണ് നമുക്ക് മടുപ്പാവും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വരുന്നൊരു ഫുഡൊക്കെ ട്രൈ ചെയ്ത് വയറ് നിറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന സാമ്പിൾസ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കാൻ കഴിയാണ്ട് പോകും. നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ശരിക്ക് കണ്ണുപിടിച്ച് അങ്ങിങ്ങായിട്ട് ലേസർ ഷോസ്, ലൈറ്റ് ഷോസ്, കുറേ അട്രാക്ഷൻസ് കാണും. പക്ഷേ മെയിൻലി നമ്മൾ നടന്ന് മടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ട് പോകും. പക്ഷേ ഇതൊക്കെ ഇരുന്നൊന്ന് കണ്ടില്ലേ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ലോകോത്തര നിലവാരത്തിലുള്ള സ്പീക്കേഴ്സും LED വോളും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള നല്ല മുൻനിരയിലുള്ള ആർട്ടിസ്റ്റുകൾ നടത്തുന്ന ഈ ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. പിന്നെ നമ്മളെത്തിയ ബോസ്നിയൻ കബാബിലേക്കാണ് കേട്ടോ. 29 ദിർഹംസാണ് റോളിൻ്റെ വില. ആക്ച്വലി ഇത് ഒരു ഗ്ലോബൽ വില്ലേജിലെ ഒരു അട്രാക്ഷനാണ്. പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതൊരു നമ്മൾ വാങ്ങിക്കുന്ന ആ 6 to 7 ദിർഹംസിൻ്റെ ഷവർമ, അല്ലെങ്കിൽ നമ്മുടെ ഹസൻ മത്താർ 11 ദിർഹംസിൻ്റെ ഹസൻ മത്താറിനൊക്കെ ഒരു ക്വാളിറ്റിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗ്ലോബൽ വില്ലേജ് ആണല്ലോ, ലോകോത്തര നിലവാരത്തിലുള്ള ആൾക്കാർ എത്തുന്നതാണല്ലോ. 29 ദിർഹംസ് നമ്മളിവിടെ പേ ചെയ്യണം. കുഴപ്പമില്ല, നമ്മുടെ വിശപ്പ് മാറും. അത്യാവശ്യം വിശപ്പ് മാറുമ്പോൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല, മോശമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഗ്ലോബൽ വില്ലേജ് പോലുള്ള ഒരു വലിയൊരു സ്ഥലത്തേക്കാണ് ഇവർ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്, ഈ സ്റ്റോളുകളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചാർജുകളും ഉണ്ടാവും. കുഴപ്പമില്ല. സ്റ്റാളുകളുടെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ചെറിയൊരു വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റത്തില്ല, കാരണം അതുപോലെ കണ്ടൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതുണ്ടല്ലേ, കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. JCB എന്ന് വേണ്ട കുറേ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓരോരോ കൺട്രിയുടെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ സെല്ല് ചെയ്യുന്നത് കാണാം. വളരെ ഭംഗിയായിട്ട് തന്നെ ഇങ്ങനെ പോകുന്നത് കാണാം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഡെയിലി പല രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട്, ഒരുപാട് പ്രോഗ്രാംസിനായിട്ട്. ഈ ദുബായിയുടെ ഒരു വിഷൻ, അതല്ലെങ്കിൽ ഇവരുടെ ഒരു മിഷനൊക്കെ ഭയങ്കര രസമാണ്. ഇവരുടെ ആളുകളെ ഏകോപിപ്പിക്കാനുള്ള ഇവരുടെ കളി. ഇത് പലസ്തീൻ്റെ സ്റ്റാളാണ് കേട്ടോ. പക്ഷേ പലസ്തീൻ ഇവിടെ തകർന്നടിഞ്ഞെങ്കിൽ പോലും പലസ്തീൻ്റെ സ്റ്റാളെല്ലാം സജീവമാണ്. അവരുടെ ആ ഐറ്റംസ് എല്ലാം ഇവിടെ സെല്ല് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും പലസ്തീൻ്റെ സിഗ്നേച്ചർ ഐറ്റംസ് എല്ലാം. പിന്നെ കാണേണ്ട ഒരു സ്റ്റാളാണ് ആഫ്രിക്ക. അതിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന് മുമ്പ് ഇവിടെ നിന്ന് പഞ്ച് ചെയ്യാം. അങ്ങനെ കയറുമ്പോൾ കിട്ടുന്ന ഈ 10 ദിർഹംസിൻ്റെ പാസ്പോർട്ട് നമുക്കിങ്ങനെ എല്ലാ സ്റ്റോളുകളിലും ഇങ്ങനെ പഞ്ചിങ് മെഷീൻ ഉണ്ട്, ഇവിടെ കൊണ്ടുപോയി പഞ്ച് ചെയ്യാം. വേറെ ഒന്നിനുമല്ല, ഒഫീഷ്യൽ മെത്തേഡൊന്നുമല്ല, ജസ്റ്റ് ഒരു ബുക്കാണ്. അതിനകത്ത് ഇങ്ങനെ നമ്മുടെ ഓർമ്മകൾ അല്ലെങ്കിൽ ഹിസാം മറിയത്തിൻ്റെ ട്രാവൽ ഹിസ്റ്ററിയിൽ ഒരു പൊൻതൂവൽ കൂടി, അത്രയേ ഉള്ളൂ.